ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം പ്രഥമനാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു നേന്ത്രപ്പഴം പ്രഥമൻ ഉണ്ടാക്കിയാലോ. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നേന്ത്രപ്പഴമാണ്. ഒരുവിധം നന്നായി പഴുത്ത പഴമായിട്ട് എടുത്തിരിക്കുന്നത്. പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അത് ഞാൻ 400 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ്. അതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരപ്പാലാണ്. നാളികേരപ്പാല് 1-ാം പാല് 1.5 കപ്പും 2-ാം പാല് 4 കപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നെയ്യാണ്. ആദ്യം നമുക്ക് പഴം വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പഴം ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചെടുക്കുന്നതിന് പകരം പഴം പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ. പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള കറുത്ത സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി എടുത്താലും മതി. ഞാനിതിപ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാൻ പോവാം കേട്ടോ. ആദ്യം നമുക്ക് പാനിലേക്ക് അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പഴം ഒന്ന് ചൂടാറുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പഴം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് വേണം കേട്ടോ അടിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പ്രഥമൻ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, എല്ലാവരും ഉരുളിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചക്ക ഹൽവ ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ് വരട്ടിയെടുക്കാനും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം നന്നായി ഇതിനകത്തിട്ട് വരട്ടിയെടുക്കണം. എത്ര പോലും വരട്ടണോ അത്രയും നല്ലതാട്ടോ. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചപ്പോൾ കുറേ നെയ്യുള്ളതുപോലെ തോന്നിയില്ലേ? ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇളക്കി വന്നപ്പോഴേക്കും ആ പഴം അതിൻ്റെ ആ നെയ്യും കംപ്ലീറ്റ് അത് വലിച്ചെടുത്തു കണ്ടോ. ഇനി ഇത് നന്നായി വരണ്ട് വരുമ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അതുവരെ നമ്മളിങ്ങനെ വരട്ടിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഒട്ടും നെയ്യ് നമുക്ക് പുറത്തേക്ക് കാണുന്നുണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ഈ പഴം അബ്സോർബ് ചെയ്തു കണ്ടോ. നമ്മൾ ഒഴിച്ചപ്പോൾ അമിതമായിട്ട് നെയ്യ് ഒഴിച്ച പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ വരട്ടി വരുമ്പോഴേക്കും
കണ്ടോ, നെയ്യൊക്കെ ഇത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തു. ഇപ്പോൾ പഴത്തിലുള്ള നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ടാണല്ലോ ഈ പഴം അടിച്ചെടുത്തത് മിക്സിയിൽ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ നോക്കിയേ, അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. കണ്ടോ, ആ ജലാംശം ഒട്ടും ഇല്ല ഇപ്പോൾ ഇതിൽ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിലേക്ക് ഈ പഴം ശരിക്ക് അലിഞ്ഞു ചേരണം. ഇനി ഇതുണ്ടല്ലോ, ശർക്കരപ്പാനിയുടെ വെള്ളം കുറച്ച് വറ്റി ഇത് നന്നായി ഒന്നും കൂടെ വരട്ടി വരണം. അപ്പോൾ ആ വരണ്ട അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്കിനി രണ്ടാം പാൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഏത് നേരവും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ കൈക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. മറ്റേത് ഉരുളിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചക്ക വരട്ടിയത് അഥവാ ചക്ക ഹൽവ ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അത് ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ എല്ലാവരും ഉരുളിയിലിട്ട് കുറേ ഇളക്കി ഷോൾഡർ പെയിനൊക്കെ ആയിട്ടാണ് ഇരിക്കുക. എനിക്ക് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല, ഈസി ആയിട്ട് അത് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ടോ, ഇതിപ്പോൾ കുറേ നേരം ഇട്ടാലും നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് താഴെ ഒന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നന്നായി നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുവിധം നന്നായി വരട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. കണ്ടോ, നന്നായി ഇത് വരട്ടി എടുത്തപ്പോഴേക്കും നെയ്യൊക്കെ അവിടെ ഇവിടെ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ പരുവത്തിൽ എത്തിയതിന് ശേഷം വേണം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാൻ കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച രണ്ടാം പാലൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. കണ്ടോ, ഞാൻ ഒട്ടും സമയം എടുത്തില്ല കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഓടിൻ്റെ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയൊന്നും ഉപയോഗിക്കേണ്ട. എൻ്റെ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ സമയമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തയ്യാറാക്കിയാൽ നമ്മൾ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 4-1 സമയം മതി കേട്ടോ. നമുക്ക് ഷോൾഡർ പെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു നാളികേരം കേട്ടോ, ഒരു നാളികേരത്തിൻ്റെ പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പിട്ടോ ഇട്ട് കൊടുക്കാം. ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഒരു നുള്ളു മതി. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനൊന്നും പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ നമുക്ക് വേണമെങ്കിൽ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ, നിങ്ങളുടെ അഭിരുചി അനുസരിച്ച്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര കിട്ടുവാണെങ്കിലാണ് അതിൻ്റെ ഭംഗി വരെ. ഇതിപ്പോൾ എനിക്ക് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര കിട്ടിയതുകൊണ്ട് കണ്ടോ നല്ല ഭംഗി വന്നു. അല്ലെങ്കിൽ ഇത് വെളുത്തിരിക്കും, ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല. ശരിക്കും പഴപ്രഥമൻ്റെ ആ ഭംഗി വരണമെങ്കിൽ ഡാർക്ക് കളറ് ശർക്കര തന്നെ കിട്ടണം. കണ്ടോ, ഇപ്പോൾ പഴം പ്രഥമൻ നമ്മുടെ റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നാളികേരക്കൊത്തും കാഷ്യൂനട്ടും നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കത് വറുത്തിട്ട് കൊടുക്കാം. ഇനി പാനിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നാളികേരക്കൊത്ത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം.
കാഷ്യൂനട്ടെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും നാളികേരക്കൊത്തും പായസത്തിലേക്കിടാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ അഴവ് പോലെ ഉണ്ടല്ലോ, കുറുകി വരുന്നുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാനുള്ള പാകം. ഇല്ല ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കണമെങ്കിൽ ഒരല്പസമയം കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടയാവും. കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ, അത് നിങ്ങൾ കളയൊന്നും വേണ്ട, അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു, അത് ഞാനിത് ക്യാമറയിൽ പെട്ടില്ല. ആ നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അങ്ങനെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജുനീലാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.